ഹലോ. കാട്ടാളൻ പക്ക കാട്ടവരാധം. 10 വീസി കൊള്ളത്തില്ല. പക്ക കാട്ടവരാധം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ വെറുതെ നമ്മുടെ സമയം കളയണേ. പിന്നെ സ്ക്രീൻ പ്ലേ കൊള്ളത്തില്ല, ഡയറക്ഷൻ കൊള്ളത്തില്ല, മേക്കിംഗ് ഒന്നും കൊള്ളത്തില്ല. കഥയില്ല പടത്തിന്. ഒരു കഥയില്ല. ഒരു പുഷ്പയൊക്കെ ചെയ്യാൻ നോക്കിയ പോലെ ചെയ്തതാണ്. പുഷ്പ ചന്ദനക്കടത്താണ് ഇതിനകത്ത് ആനക്കൊമ്പ് കടത്തില്. അതിന്റെ ഫ്ലെയർ ഒക്കെ പുഷ്പ, KGF, സലാർ ഇതെല്ലാം മിക്സ് ചെയ്ത് കയറ്റിയില്ലേ പടത്തത്. ആക്ഷൻ പടമാണെന്നാ പറഞ്ഞേ. അന്ന് ആക്ഷൻ പടമൊക്കെ ആകുമ്പോ ആക്ഷൻ പടത്തിനനുസരിച്ചുള്ള സംഭവങ്ങളെ കാണണ്ടേ. അതൊന്നുമില്ല. അതിലൊക്കെ വരാം. ഉണ്ണിയാർ എന്നൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞുണ്ടപ്പോ ഞാൻ വിചാരിച്ച കിട്ടിയ മാസ് 5 ഡയലോഗ് കാണിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ബിഗ് ബിയും ദുൽഖറിന്റെ ചാളിയൊക്കെ എടുത്ത അദ്ദേഹം തിരക്ക് എഴുതിയേ. എന്ത് സംഭവം പുള്ളി. അതൊക്കെ പ്രതീക്ഷ നമ്മളിരുന്നത്. അതൊക്കെ 5 ഡയലോഗ് വരുന്നത്. പക്ഷെ 5 ഡയലോഗ് എഴുതി വെച്ചാൽ മാത്രം പറയാം. അത് ചെയ്യാനുള്ള ഒരാളോടും വേണം. അത് വേറെ കാര്യം. അത് പെപ്പയെ കൊണ്ട് പറ്റത്തില്ല. പെപ്പയിലേക്കാൻ വരാം. അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഒന്നുമില്ല, കഥയൊന്നുമില്ല. ഒരുപാട് പുഷ്പ പോലെ തന്നെ ഇതിനകത്ത് കടത്തലാണ്. എന്നെ കടത്ത ആനക്കൊമ്പ് കടത്തൽ. ചുമ്മാ തുടക്കം മുതൽ അവസാനം വരെ ഒടുക്കത്തെ BGM. സാധാരണ BGM ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പടത്തിന്റെ പഞ്ചുള്ളിലുള്ള നമ്മളിപ്പോഴും പറയെങ്കിലും ഇതിനകത്ത് BGM നമുക്ക് അരോചകമായി. അതായത് BGM കൊണ്ട് ചെവി പൊത്തേണ്ട അവസ്ഥയാണ്. ആ തുടക്കം മുതൽ അവസാനം വരെ BGMത്തിന്റെ ബഹളമാണ്. നമുക്ക് ചെവി അടിച്ചു. ഒരു ഗുണമില്ലാതെ BGM കാണുന്നതും പോകുന്നതും എല്ലാവർക്കും BGM ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കാക്ക പറഞ്ഞ പോലെ അവർക്കും കാക്കയ്ക്കും BGM ആണ്. അമ്മാര് സാധനം. പിന്നെ ഇതിനകത്ത് നമ്മൾ പണിയെടുത്തെന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് ഒരാളുടെ റോളേ ഉള്ളൂ. അത് തെലുങ്കാണ്. നമ്മുടെ അല്ലൂർജിന്റെ പുഷ്പയ്ക്കകത്ത് വില്ലനായിട്ട് അഭിനയിച്ച, നമുക്കൊരു ടബയ്ക്കകത്ത് അഭിനയിച്ച പേര് എനിക്കറിയത്തില്ല. അത് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തുടക്കം അടിപൊളിയാ. തുടങ്ങുന്ന ഭാഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പടം വേറെ ലെവലിൽ പടം. ഞാൻ മനസ്സിൽ പറഞ്ഞു വേറെ ലെവൽ പടമായിരിക്കും ഇത്. വേറെ ലെവലിൽ പോകുന്നു ഞാൻ വിചാരിച്ചു. തുടക്കം ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ കണ്ടപ്പോൾ, ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് കണ്ടപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ കാണിക്കുന്ന സീനൊക്കെ പറഞ്ഞാൽ പൊളി സീനാ. പുള്ളിക്കാരൻ കാണിക്കും നല്ല BGM ആണ്. ആ പുള്ളിക്കാരൻ, ആ തെലുങ്കാന കാണിക്കുന്ന നല്ല BGM ആണ്. നല്ല രസമാണ്. പുള്ളിക്കാരൻ നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പരിപാടിയൊക്കെ അടിപൊളി. പുള്ളിക്കാരൻ മാത്രമേ ശരിക്കും പണിയെടുത്തിട്ടുള്ളൂ. പുള്ളിക്കാരനെ ഉള്ളൂ നല്ല സ്കോർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പടം വേറെ ലെവൽ. ആദ്യത്തെ 10 മിനിറ്റ് ഞാൻ വേറെ ലെവൽ പടമായിരിക്കും. പെപ്പെ കാണിക്കുന്ന തന്നെ പടം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞാൽ കാണിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നായൻ വരും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നായനെ കാണിക്കുന്നത് തന്നെ കോമഡിയാണ്. കാരണം KGF-നകത്ത് കോപ്പിയാ. റോക്കി ബൈയെ കെട്ടിയിട്ട് ഇങ്ങനെ ചോര കുളിപ്പിച്ച് ചെയ്തിട്ടില്ല തുടക്കം ഫസ്റ്റ് KGF-നകത്ത്. അന്ന് പറഞ്ഞില്ല ഇങ്ങനെ കെട്ടിയിട്ട് ചോര കുളിപ്പിച്ച് ചെയ്യുക. KGF-ന് കോപ്പി. അതിലൊരു സാധുവും ഇല്ല, ഒരു നല്ലൊരു പരിപാടിയിലൊന്നുമില്ല. ആ ഇടിയും കാണണം, ഒരു പഞ്ചില്ല, കോളയിലൊന്നുമില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ ഒരു മാസ് കമേഴ്ഷ്യൽ പടം, ഇതിനകത്ത് മൊത്തം ഇടിയാന്നുള്ളതല്ലോ. ഇടിയുള്ള പടം എടുക്കുമ്പം ഒന്നെങ്കിൽ പണി അറിയുന്ന ഡയറക്ടറായിരിക്കും, നല്ലോണം പണി അറിയുന്ന ഡയറക്ടറാണ്. ഇത് ക്ലാസ് പടമല്ല, ഇത് മാസ് പടം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പാടാണ്. അതെല്ലാം ചേരുവോടും വന്നാലും മാസ് പടം തൃപ്തിപ്പെടാൻ പറ്റുമല്ലോ. അപ്പൊ ഒന്നി പണി അറിയുന്ന ഡയറക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല പണി അറിയുന്ന അസോസിയേറ്റ് ഡയറക്ടർ കൂടെ കാണണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടം ചെയ്യരുതേ. ഇതിനകത്ത് കഥയില്ല, ഒന്നുമില്ല. പിന്നെ പുള്ളിക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഡയറക്ടറൊക്കെ മോശമാണ്. ഡയറക്ടറെ പേര് ലാസ്റ്റ് എഴുതി കാണിക്കുന്ന തന്നെ നമുക്ക് ചിരി വരും. ഒരുപാട് പിള്ളേർ പണി അറിയാത്ത പിള്ളേർ ചെയ്യുന്നവരുണ്ട് അന്ന് പറഞ്ഞല്ലേ. പിന്നെ എന്റെ ജഗദീഷ് ഇന്റർവ്യൂലൊക്കെ വന്ന് കത്തി വെച്ചപ്പോഴേ എനിക്ക് തോന്നി, തള്ളിയപ്പോഴേ എനിക്ക് തോന്നി പടം ഊഞ്ഞാല ഊഞ്ഞാല. കാര്യം വെച്ചാൽ ലാലേട്ടന് ശേഷം ഏറ്റവും നല്ല പഞ്ചുള്ള ഇടി പെപ്പയുടെ ആണ്. ജഗദീഷ് വന്ന് ഇന്റർവ്യൂ പറഞ്ഞ ഇന്നലെ വന്ന പെപ്പയുടെ ആണ് ലാലേട്ടന് ശേഷം ഏറ്റവും പഞ്ചുള്ള ഇടി. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നത് ചൊറിയാനിരിക്കുക. ആ ഡയലോഗ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ പെപ്പയുടെ സ്റ്റാർഡം കൂടും, പെപ്പ വലിയ സംഭവം, അതാണ് ഇതാണെന്ന് ഇന്റർവ്യൂ പറഞ്ഞ ജഗദീഷ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ലാലേട്ടന് ശേഷമുള്ള പെപ്പയുടെ പഞ്ചാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അതും തകർന്നു പോയി. ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ പെപ്പയുടെ സ്റ്റാർഡം കൂടുന്ന് പറഞ്ഞാൽ അതും തകർന്നു പോയി. കാരണം ഉള്ള സ്റ്റാർഡേ ഇല്ല, ഉള്ള സ്റ്റാർഡോടും താഴോട്ടും പോയി പെപ്പയുടെ. ആ കാര്യത്തിൽ തീരുമാനമായി. ജഗദീഷിന്റെ വർത്തമാനത്തിലൂടെ തീരുമാനമായി. എന്നാ തള്ളതാണ് ഈ തള്ളു കണ്ടപ്പോഴേ നിങ്ങൾ ദൈവത്തോട് ഇന്റർവ്യൂ വരുമ്പോൾ, ഈ മാസ പടത്തിന്റെ ഇന്റർവ്യൂ വരുമ്പോൾ തള്ളരുതേ, തള്ളാതെ വിട്. അപ്പൊ ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇതിപ്പം തള്ളിയോണ്ടൊന്നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വന്നത്. പടം മോശമാണ്ട് തന്നെ. 10 വിസമുള്ളത്, കഥയില്ല, ഒന്നുമില്ല. പിന്നെ കുറെ ഇടി, ആദ്യം കുറെ നേരത്തേക്ക് ഇടി ഇല്ല. പിന്നെ ചവറ് പോലെ ഇടിയാണ്, ചില മാഷപ്പ് പോലെ കുറെ പടപടാന്ന് പറഞ്ഞ ഇടി. ആ ഇടിക്കുന്ന ഒരു പഞ്ചില്ല, ഒരു ഓളമില്ല, ഒരു സ്വാഗില്ല, ഒന്നുമില്ല. കുറെ BGM മാത്രം. പെപ്പെ കാണിക്കുന്ന ഫൈറ്റ് തന്നെ കോമഡിയാ, അതായത് സുഖമില്ല. ഇതാണ് പെപ്പ ഭയങ്കര ഇടിയാണ്. അതാണ് ഇതാണ്. ഇനി പെപ്പയിലേക്ക് വരുവാണ്. പെപ്പ, ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെയുള്ള റോൾ ചെയ്യാൻ പെപ്പെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള മാസ് കമേഴ്ഷ്യൽ പടം പറയുമ്പം അതിനകത്ത് നല്ല സ്വാഗ് വരണം, നല്ല സ്ക്രീൻ പ്രസൻസ് വരണം, കണ്ട ഒരു ഇത് വേണം. അതൊന്നും പെപ്പയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് കിട്ടാനും പോകുന്നില്ല. കാരണം ഇങ്ങനെയുള്ള റോളൊന്നും പെപ്പയ്ക്ക് പറ്റത്തില്ല. നല്ല സ്ക്രീൻ പ്രസൻസ് വേണം, നല്ല സ്വാഗ് വേണം, കാണും. അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് വന്നിട്ടില്ല പെപ്പയ്ക്ക്. അത് ഡയറക്ഷൻ കുഴപ്പം മാത്രമല്ല, പെപ്പയ്ക്ക് അവരുടെ സ്ക്രീൻ പ്രസൻസ് ഇല്ല. പെപ്പയ്ക്ക് ഇപ്പൊ RDX അജഗജാന്തരം
ഇങ്ങനെ ആർട്ടിക്സ് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ പെപ്പയ്ക്ക് പറ്റത്തുള്ളൂ. അതായത് ഈ അതേ നാട്ടിലെ ഒരു പരിപാടി, ഒരു നാടൻ തല്ലു, ആ പരിപാടിക്ക് അങ്ങനെയൊക്കെ പറ്റും. ഇങ്ങനെയുള്ള ഈ മാസ് സ്റ്റൈല്, അതായത് നമ്മളിങ്ങനെ ഒരു ജനങ്ങളുടെ നായകനായിട്ട് അല്ലെങ്കിൽ ഒരു ഒത്തരം പേരെ ഹീറോ ആയിട്ട് ഇങ്ങനെ ഒരു വരുമ്പം അതിനെ ഒരു സ്ക്രീൻ പ്രസൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ ഉദ്ദേശിക്കില്ല, നമ്മുടെ സ്ക്രീനിൽ കിട്ടണം ആ സ്ക്രീൻ പ്രസൻസ്. ആ ഒരു തലയെടുപ്പം KGF-നകത്ത് അദ്ദേഹം വരുന്നുണ്ടല്ലേ, ആ അത്രം പേർ ജനങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് ആ സ്ക്രീൻ പ്രസൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് കിട്ടണം, മനസ്സിലായോ? ആ സ്ക്രീൻ പ്രസൻസ് പെപ്പെ കിട്ടത്തില്ല. എത്രയൊക്കെ തലകുത്തി നിങ്ങൾ നടന്നെന്ന് പറയാം, ഏത് മേക്കിംഗ് ജോഷി വന്ന് സംവിധാനം പറയാൻ കിട്ടത്തില്ല. ആ സ്ക്രീൻ പ്രസൻസും കിട്ടത്തില്ല, പെപ്പയിലെ സ്വാഗതം കിട്ടത്തില്ല. പെപ്പയ്ക്ക് അഭിനയിക്കാനേ അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അഭിനയ പ്രായമുള്ള റോളെ കൊടുത്ത പെപ്പ കോളാക്കി കൊടുക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള മാസ് അടിപ്പട പെപ്പയ്ക്ക് പറ്റത്തുള്ളൂ. പക്ഷെ മാസ് പടം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മാസ് പടം ചെയ്ത പെപ്പയ്ക്ക് പറ്റില്ല. സ്ക്രീൻ പ്രസൻസ് ഇല്ല, സ്വാഗില്ല, പെപ്പ നടന്നു പോകുമ്പോൾ ഒരു സുഖമില്ല, ഒരു രസം തോന്നില്ല, മുഖത്ത് എക്സ്പ്രഷൻ ഇല്ല. എന്തിനാ ഒരു ഡയലോഗ് കൊടുത്തിട്ട് അതുപോലും കുളവാക്കിയ ഡയലോഗ് പറഞ്ഞത്, അതായത് പറയാനൊരു പഞ്ചില്ല. കാര്യം പെപ്പയെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. പഞ്ച് ഡയലോഗ് പറയാനും പറ്റത്തില്ല, ആ സ്വാഗം കിട്ടത്തില്ല, ആ സ്ക്രീൻ പ്രസൻസ് ഒന്നും കിട്ടത്തില്ല. പെപ്പ വെറുതെ കുളവാക്കിയിരിക്കുകയാണ് ഈ പടത്തിലൂടെ. വെറുതെ പ്രൊമോഷൻ ചെയ്ത് കാണത്തില്ല. എന്നിട്ട് പെപ്പ സ്റ്റോറി ഇട്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ, മറ്റേ ദൃശ്യം സിനിമയുടെ PR ഈ പടം പൊട്ടിക്കാണ്ട് ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ അവരൊന്നും പിന്നെ PR വഴിയൊന്നും ചെയ്യുന്നൊന്നും അല്ല. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നതാ. അല്ല ദൃശ്യം ടീമുകൾ PR നടത്തി ഈ പടം പൊട്ടിക്കാൻ ശ്രമിക്കുന്നതല്ല. പടം മോശമായിട്ട് തന്നെയാണ് ആൾക്കാർ മോശമാണെന്ന് തന്നെ പറഞ്ഞത്. ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ നാണമില്ല, നിങ്ങളൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നില്ലേ, പിന്നെ ദൃശ്യം സിനിമയിലെ PR ആൾക്കാരോട് ഇത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ സ്റ്റോറി ഇടുന്നത് തന്നെ മോശമാണ്. കാരണം നിങ്ങൾ തന്നെ പടം കണ്ടു നോക്കി എന്തുകൊണ്ടാണ് അതിനകത്ത് പോരായ്മയെന്ന്. നിങ്ങൾ തന്നെ അഭിനയിച്ച് കുളവാക്കിയിരിക്കുക പടം. ചവർ പോലെ ഇടി, ആ ഇടിയൊക്കെ ഒരു പഞ്ചും ഇല്ല, ഒന്നുമില്ല, ഒരു കാര്യമില്ലാത്ത ഇടി. പിന്നെ കുറെ പടത്തിനെ വെട്ടിക്കയറ്റും, എല്ലാം കയറ്റി ഒരു പടം ഇറക്കിയിരിക്കുക. എന്നിട്ട് ആ പടം പണിയെടുത്തെന്ന് പറഞ്ഞാൽ ആ തെലുങ്കടം മാത്രം. പിന്നെ എല്ലാത്തിനും ഉപരി ഇന്ന് പെപ്പയ്ക്ക് എതിരെ വന്നിരിക്കുന്നവരല്ലോ നല്ല 6-6.5 അടി ഹൈറ്റും നല്ല വെയിറ്റും നല്ല ജിം ബോഡിയുള്ള ടീമുകളാണ് പെപ്പയ്ക്ക് എതിരെ വന്നിരിക്കുന്നത്. പെപ്പ അവരുടെ മുന്നിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, ഷൂ ഒന്നുമില്ല. അന്നൊരു സ്ക്രീൻ പ്രസൻസും തോന്നിക്കണ്ടേ? അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ അത്ര ഹൈറ്റും വെയിറ്റും ആരെയും ഇല്ലെങ്കിലും അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു സ്ക്രീൻ പ്രസൻസ് പോകണ്ടേ? അതാണ് ആ സിനിമയെന്ന് പറഞ്ഞത്. അല്ല അവരെക്കാട്ടി മുകളിൽ നല്ല ഹൈറ്റും വെയിറ്റും ആരെയുള്ളൊരു വില്ലന്മാർ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ക്രീൻ പ്രസൻസ് വേണം നമുക്ക്. ആ സ്ക്രീൻ പ്രസൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ആ പെപ്പയ്ക്ക് ഒരു ഗാംഭീര്യം അവിടെ വരത്തുള്ളൂ. പെപ്പ അറിവ് എനിക്ക് ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ല, ഒന്നുമില്ല, ഒന്ന് ഷൂ എന്ന് പറയില്ലേ. ഇതൊക്കെ വേറെ വല്ലവർക്കും ചെയ്യിച്ചാൽ മതിയായിരുന്നു. പടം ഇച്ചിരിനെ ഓടിയനെ. പടം കഥയൊന്നും ഇല്ലെങ്കിലും ഇച്ചിരി ഓടിയനെ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെയുള്ള മാസ് കമേഴ്ഷ്യൽ പടം വരുമ്പോൾ നല്ല മേക്കിങ്ങും നല്ല ക്വാളിറ്റിയും നല്ല സ്റ്റൈലിഷും അതിനകത്ത് എല്ലാ പരവും നമ്മൾ പ്രതീക്ഷിക്കും. ഇതൊന്നും കിട്ടാൻ പടം പോണേ. ഇതിനകത്തൊന്നുമില്ല, കഥയില്ല, നല്ലൊരു ആക്ഷൻ ഇല്ല. ആക്ഷൻ കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കൊള്ളാത്ത ആക്ഷനാണ്. ഒരു BGM കുറച്ച് അവർ ഉണ്ടെന്നേ ഉള്ളൂ, സമയത്ത് ഉള്ള BGM അല്ല. അതായത് ആർക്കും വേണ്ട BGM അല്ല ഇടുന്നത്. ചുമ്മാ അവർ ഓരോ BGM ആദ്യം പോലെ അവസാനം പെട്ടിരിക്കുക. അവർ പ്രത്യേകം പറയുന്നുണ്ട്, സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരും ഇറങ്ങി കുറെ പേരെഴുതി കാണിച്ച് ഇനി ഒരു സാധനം കാണിക്കുന്നുണ്ട്, എന്നിട്ട് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ ഫോട്ടോസ് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണെന്ന് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് അവസാനം ഒരു കാമി വരുന്നുണ്ട്. ആ കാമി കണ്ടാൽ തന്നെ അവൾ ചിരിച്ചാകും. കാരണം മലയാളത്തിൽ ഇത്ര നല്ല നടന്മാരുണ്ടായിട്ട്, അതിൽ പോട്ടെ തമിഴും തെലുങ്കും ആയിക്കോട്ടെ, അവിടെ നല്ല നടന്മാരുണ്ടായിട്ട് ഒരു വില്ലനായിട്ട് വരാൻ പറ്റില്ല, സ്വാഗുള്ള ഒരു സ്ക്രീൻ പ്രസൻസുള്ള ഒരു നടന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ഇവര് തമിഴിൽ നിന്ന് ഒരു അവിടുത്തെ മെയിൻ ഡയറക്ടർ പോയിട്ട്, ഞാൻ സ്പോയിലർ ആയാലും കുഴപ്പമില്ല, ഞാൻ പറയാണ് ലോകേഷ് കനകരാജാണ്. സ്പോയിലർ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ എന്താ പടം, ഈ പടത്തിനകത്ത് കാമി ഇട്ടിട്ടും കാര്യമില്ല, പടം കൊള്ളത്തില്ല, പിന്നെ കാമി ഇട്ടിട്ടും കാര്യം. ലോകേഷ് കനകരാജന്റെ ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. ലോകേഷ് കനകരാജൻ എന്ന ഡയറക്ടറെ കൊണ്ട് ഇതിനകത്ത് കാമിറോൾ കൊടുക്കും, ലാസ്റ്റ് ഒരു വില്ലനായിട്ട് വരുന്നുണ്ട്. എന്ത് കോമാളത്തെ കാണിച്ചിരിക്കുക. തമിഴ്, തെലുങ്ക്, മലയാളം ഇത്ര ഭാഷകളിൽ നല്ല കിട്ടിലും വില്ലന്മാരെ കാണിക്കാൻ പറ്റുന്ന നടന്മാരുണ്ട്. അവരൊന്ന് പോരാൻ എന്റെ ഈ ഡയറക്ടർ പോയി ലോകേഷ് കനകരാജനെ വിളിച്ചിരുന്നത്. ഞാൻ ഡയറക്ടറോട് ചോദിക്കുക, നടന്മാര് കാണിച്ച അത്ര സ്വാഗം സ്ക്രീൻ പ്രസൻസ് ഒന്നും ഒരു സംവിധാനം വന്നും ചെയ്താൽ ഇറക്കത്തുമില്ല, കൈയടി ഇട്ടത്തുമില്ല. ലോകേഷ് കനകരാജൻ ഡയറക്ടർ എന്ന ബ്രാൻഡിന് ഒരു കൈഡിയുണ്ട്. ആ കൈഡിയോട് ഇതിനകത്ത് പോയി. കാരണം അദ്ദേഹം ഡയറക്ടർ എന്ന രീതി അത് കൈഡി ഇടും, പക്ഷെ അഭിനേതാവ് അദ്ദേഹത്തിന് കൈഡി ഇട്ടത്തില്ല. അദ്ദേഹത്തിനുള്ള സ്വാഗില്ല, സ്ക്രീൻ പ്രസൻസ് ഇല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വെച്ച് കൈയടിക്കും ആ ഒരു മൂഡിനെ. അല്ല പടം 2 ദിവസം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൈയടിയത്തില്ല. കാരണം ഞാൻ അപ്പോഴത്തെ മൂഡ് കൈയടിക്കും ആ ഇദ്ദേഹത്തിനുള്ള ബ്രാൻഡ് വെച്ച്. പടം ഇറങ്ങി 2 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ കൈയടിക്കും. കാരണം അതിനുള്ള സ്ക്രീൻ പ്രസൻസ് സ്വാഗൊന്നും പുള്ളിക്കാരില്ല. നിങ്ങൾ തമിഴ് ഇങ്ങനെ മലയാളത്തിൽ ഇഷ്ടംപോലെ പറഞ്ഞിട്ട് കൊണ്ട് അഭിനയിപ്പിക്കും, ചിലപ്പോൾ കൈയടി കിട്ടും. സ്വാഗുള്ള പിള്ളേരുണ്ട്, നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. നിങ്ങൾ എന്തിനീ ഈ തമിഴ്നാട്ടിൽ കിടക്കുന്ന സംവിധാനം കൊണ്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത്, വേറെ ആരെങ്കിലും ഇല്ലാത്ത പോലെ എന്ത് കോമഡത കാണിച്ചു. ഇതൊക്കെ മണ്ടത്തരം പറഞ്ഞ് ഒരു പിച്ചക്കാരനെ കോട്ടടിപ്പിച്ചില്ല പോലെ പുള്ളിക്കാരൻ വരുന്ന കോമഡിയാണ് കൂടിയത്. കോമഡി അന്യായ കോമഡി. പിന്നെ ലാസ്റ്റ് നിങ്ങളെല്ലാം പ്രതീക്ഷ സാധനമുണ്ട് അങ്ങനെ സംഭവം എഴുതി കാണിച്ചിട്ടുണ്ട്. അത് അടുത്ത പാട്ട് വരുന്നുണ്ടെന്ന് പറയും. ഇതൊക്കെ വെറുതെ അതിനകത്ത് ഇട്ട് വേസ്റ്റ് ആയിട്ട്. ഇവരുടെയൊക്കെ ഒരു ഫോട്ടോ ഉണ്ടാകുന്ന പടം കാണാൻ ആൾക്കാർ കയറുമോ, അല്ലെങ്കിൽ ഇവരൊക്കെ ഫോട്ടോ ഉണ്ടാകുന്ന പടം ഹിറ്റാ? ഒന്നുമില്ല. പടം മോശം കൊണ്ട് അതും പോയി, അതിനേം വരും ഇതിനേം വരും.
ആരാണെങ്കിൽ തൊലിഞ്ഞ ഒരു കാമിയും ലോകേഷ് കനകരാനി വേറെ ആരെയും കിട്ടാത്ത പോലെ അത് തന്നെ കോമഡി ആയിട്ട് ചിരിക്കാൻ എനിക്ക് എന്ത് കോമഡി എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നത്. തൊലിഞ്ഞൊരു പടം, കാട്ടാളൻ, കാട്ടവരാതം,